നമസ്കാരം. 2006 ഡിസംബർ 22 ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയായപ്പോൾ കാസർഗോഡ് ജില്ലയിലെ അദൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടാളുകൾ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ്. മൊയ്തു എന്ന ആ പരാതിക്കാരൻ താമസിക്കുന്നത് കർണാടകത്തിലെ കുടകിലാണ്. അയാളുടെ പരാതി അയാളുടെ മകളെ കാണാനില്ല എന്ന വിഷയവുമായി ബന്ധിപ്പിച്ചാണ്. സാമ്പത്തികമായി ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് മൊയ്തുവിൻ്റെത്. അതുകൊണ്ട് തന്നെ അയാളുടെ മകൾ സഫിയയ്ക്ക് 13 വയസ്സ് പ്രായമായപ്പോൾ തന്നെ പഠിത്തം അവസാനിപ്പിക്കേണ്ടി വന്നു. പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്ന സഫിയ പഠിത്തം അവസാനിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് സഫിയുടെ ഉമ്മ അടുത്തുള്ള ആളുകളോടൊക്കെ പറയുമായിരുന്നു. അങ്ങനെയാണ് അയൽവാസിയായ മൊയ്തുൻ കുട്ടി ഹാജി ആ കാര്യം അറിയുന്നത്. മൊയ്തുൻ കുട്ടി ഹാജിക്കൊക്കെ സഫിയ നന്നായിട്ട് അറിയാം. പഠിക്കാൻ താല്പര്യമുള്ള സഫിയയ്ക്ക് സന്മനസ്സുള്ള ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ പഠിക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാസർഗോഡ് ജില്ലയിലെ മുളിയാറിലെ മസ്തികുണ്ട് എന്ന സ്ഥലത്ത് നിന്ന് ഹംസ എന്ന വ്യക്തി ഈ കുടയിലെത്തുന്നത്. ഹംസയുടെ വീട്ടിൽ കൊച്ചുകുട്ടികളുണ്ട്. ആ കൊച്ചുകുട്ടികളെ നോക്കാൻ അവർക്ക് ഒരു കൊച്ചു പെൺകുട്ടിയെ വേണം. സഫിയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഹംസ അവിടെ എത്തിയതാണ്. കുട്ടിയെ നോക്കാനായി സഫിയെ വിടാൻ പറ്റില്ല എന്ന് കാര്യം കേട്ടപ്പോൾ തന്നെ മൊയ്തുവിന്റെ ഭാര്യയും പറഞ്ഞു. അപ്പോഴാണ് ഹംസയും മൊയ്തുകുട്ടി ഹാജിയും ചില കാര്യങ്ങളൊക്കെ മൊയ്തുവിനോട് പറയുന്നത്. സഫിയെ അവർ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നോക്കുമെന്നും സഫിയയ്ക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നും പഠിച്ച് വലുതാകുമ്പോൾ അവളെ വിവാഹം കഴിച്ച് വിടുന്ന കാര്യത്തെക്കുറിച്ച് ഇനി മൊയ്തു ആലോചിച്ച് വിഷമിക്കേണ്ടതൊക്കെ ഹംസയും മൊയ്തുകുട്ടി ഹാജിയും കൂടി മൊയ്തുവിനോട് പറഞ്ഞു. കേട്ടപ്പോൾ മൊയ്തുവിനും മൊയ്തുവിന്റെ ഭാര്യയ്ക്കും ഒരു താല്പര്യം ഉണ്ടായി. മകളെ ദൂരേക്ക് അയക്കുന്നതിൽ ഒരു താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിലും അവളുടെ പഠനം നിലച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവളുടെ പഠനത്തെ സഹായിക്കാൻ ഇതാ ആളുകൾ രംഗത്ത് വരുന്നത് കണ്ടപ്പോൾ അവർക്കൊരു താല്പര്യം. അങ്ങനെയാണ് സഫിയെ ഹംസയ്ക്കൊപ്പം കാസർഗോഡ് ജില്ലയിലെ മസ്തകുണ്ടിലേക്ക് മൊയ്തു അയച്ചത്. ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പാണ് സഫിയെ ഹംസയുടെ വീട്ടിലേക്ക് മൊയ്തു അയച്ചത്. ഹംസയ്ക്ക് കർണാടകത്തിലും ഗോവയിലൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റുകളുണ്ട്. കെട്ടിടങ്ങൾ വെച്ച് വിൽക്കുന്ന ഒരാളാണ് ഈ ഹംസ. കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആ ഹംസയുടെ വീട്ടിലേക്ക് പോയ സഫിയ ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് മൊയ്തുവിനോടും ഉമ്മയോടും അവൾക്കുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് സൂചിപ്പിച്ചു. അവള് ഒരു കൊച്ചുകുട്ടിയാണ്. ഉമ്മയും വാപ്പയൊക്കെ വിട്ടു നിൽക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അവളുടെ സംഭാഷണത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് അത് കേട്ടപ്പോഴേ മൊയ്തുവിനും ഭാര്യയ്ക്ക് മനസ്സിലായി. എന്നാലും മകളുടെ വിഷമം കണ്ടപ്പോൾ അവളെ തിരിച്ചു വിളിക്കാമെന്ന് മൊയ്തുവും ഭാര്യ കൂടി തീരുമാനിച്ചു. സഫിയെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ച മൊയ്തു ഹംസയുടെ ഫോണിലേക്ക് വിളിച്ചു. സഫിയെ വിളിക്കാനായി വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നുവെന്ന് മൊയ്തു പറഞ്ഞപ്പോ ഹംസ മൊയ്തുവിനോട് പറഞ്ഞു, മൊയ്തു, സഫിയ ഇപ്പോ കാസർഗോഡല്ല ഉള്ളത്, സഫിയ ഇപ്പോ ഞങ്ങളോടൊപ്പം ഗോവയിലാ ഉള്ളത്. ഗോവയിലോ? അറിയാതെ മൊയ്തു ചോദിച്ചു പോവുകയാണ്. അങ്ങനെ മൊയ്തു ചോദിച്ചപ്പോഴാണ് ഹംസ മൊയ്തുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാസർഗോഡ് ജില്ലയ്ക്ക് സമീപത്ത് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ മാത്രമാണ് ഹംസ അവിടെ നാട്ടിലുണ്ടാവുക. ദൂരേക്ക് പോകുമ്പോൾ വീട്ടിലെല്ലാവരെയും അയാൾ കൊണ്ടുപോകുന്ന പതിവുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സഫിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സഫിയെ കൂടി കൊണ്ടുപോയതാണ്. ഇപ്പോ അവരുടെ കമ്പനി കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഗോവയിലാണ്. അതുകൊണ്ടാണ് സഫിയെ കൂടി ഗോവയിലേക്ക് കൊണ്ടുവന്നത്. ഡിസംബർ 30 ബക്രീദാണ്. ബക്രീദിന് അവരെന്തായാലും ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അവരെല്ലാം നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഉറപ്പായും സഫിയും കൂടെ കാണും. അങ്ങനെ സഫിയെ കൊണ്ടുവരുന്ന സമയത്ത് സഫിയെ കൊണ്ടുപോകാൻ മൊയ്തുവിന് എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ മൊയ്തു ചെയ്യേണ്ടത് മൊയ്തു കുടകിൽ നിന്ന് ഗോവ വരെ ചെല്ലണം. അവിടെ ചെന്ന് മകളെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ശരിക്കും യാത്രക്കൂലിയാവും. മൊയ്തു സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയമായതുകൊണ്ട് ഗോവയിലുള്ള ഹംസ അയാളുടെ കുടുംബവുമായി മടങ്ങി വരുമ്പോൾ സഫിയെ കൊണ്ടുവരുമ്പോൾ സഫിയെ പോയി വിളിക്കാമെന്ന് മൊയ്തുവും ഭാര്യയും തീരുമാനിച്ചു. ഡിസംബർ 30 ബക്രീദാണല്ലോ. സ്വാഭാവികമായും അതിനു മുമ്പ് എന്തായാലും സഫിയ എത്തുമെന്ന് മൊയ്തു ഭാര്യയെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ മകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഡിസംബർ 20 ഹംസ മൊയ്തുവിനെ വിളിച്ചു. ഗോവയിൽ നിന്ന് അവർ മടങ്ങിയെത്തിയെന്നും മകളെ കാണാൻ വരണമെന്നുമാണ് ഹംസ മൊയ്തുവിനോട് പറഞ്ഞത്. ഹംസയുടെ വീട്ടിലേക്ക് വരാൻ പറയുന്ന സമയത്ത് മൊയ്തുവിന്റെ കയ്യിൽ സത്യത്തിൽ ഒരു പൈസ ഉണ്ടായിരുന്നില്ല. മൊയ്തു അടുത്തുള്ള ഒരു കർഷകന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് ഇഞ്ചി കടം വാങ്ങിക്കും. ആ ഇഞ്ചിയുമായി അയാൾ ചന്തയിലെത്തി. ആ ഇഞ്ചി വിറ്റ് കിട്ടിയ പൈസയിൽ നിന്ന് അല്പം പൈസ കൊടുത്ത് അയാൾ കുറച്ച് നെല്ലിക്ക വാങ്ങിക്കും. നെല്ലിക്ക സഫിയക്ക് ഭയങ്കര ഇഷ്ടമാണ്. മകളെ കാണാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും അച്ഛൻ കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് അയാൾ നെല്ലിക്ക വാങ്ങിച്ചത്. ആ നെല്ലിക്കയുമായി അയാൾ കുടകിൽ നിന്ന് നേരെ കാസർഗോഡേക്ക് തിരിച്ചു. കാസർഗോഡ് ഹംസയുടെ വീടിന്റെ നടയിലെത്തുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിനെ തോളത്തിട്ടുകൊണ്ട്
ഹംസ ആ മുറ്റത്തൂടെ നടക്കുന്നതാണ് മൊയ്തു കണ്ടത്. സന്തോഷത്തോടെ ഹംസയുടെ അടുത്തെത്തിയ മൊയ്തു ഹംസയോട് സഫിയ എവിടെയെന്ന് ചോദിച്ചു. സഫിയ എവിടെ എന്നുള്ള ചോദ്യം മൊയ്തു ചോദിച്ചതും ഹംസയുടെ മുഖമൊന്ന് മങ്ങി. ഹംസ സങ്കടത്തോടെ മൊയ്തുവിനോട് പറഞ്ഞു, മൊയ്തു നിന്നോട് വരാൻ പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. എന്ത് പ്രശ്നം? മൊയ്തു, നിന്റെ മകളെ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ല. മോളെ കാണാനില്ലെന്നോ? അതേ മൊയ്തു, എന്റെ മോളുമായിട്ട് നിന്റെ മോൾ ഇവിടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് ഒളിച്ചു കളിക്കുകയായിരുന്നു. എന്റെ മകൾ ശരിക്കും കണ്ണടച്ചു പിടിച്ച് ആ ഒളിച്ചുകളിയിൽ എണ്ണിക്കൊണ്ട് നിൽക്കുമ്പോൾ സഫിയ മുറ്റത്തുണ്ടായിരുന്നു. അവള് കണ്ണു തുറന്നപ്പോൾ സഫിയെ കാണാനില്ല. ആ നിമിഷം മുതൽ വീട്ടിലെല്ലാവരും ഈ പരിസരത്തേക്ക് നോക്കി. സഫിയെ കണ്ടില്ല. വിവരമറിഞ്ഞ് ഞാൻ എത്തി. ഞാനിവിടെ എല്ലാം പരിശോധിച്ചു. ഈ ഭാഗത്തൊന്നും സഫിയ. മൊയ്തു, സഫിയെ കാണാനില്ലെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ നടുങ്ങിപ്പോയി. ഞാനാണ് നിന്നോട് സഫിയെ കാണാൻ വരാൻ പറഞ്ഞത്, അതും മെനഞ്ഞാന്ന്. ഇന്നലെ വൈകിട്ടാണ് സഫിയെ കാണാതെ പോയത്. നിന്നോട് എന്ത് പറയണമെന്നറിയാതെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്തായാലും നീ വന്നു നന്നായി. നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. അങ്ങനെ ഹംസ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മൊയ്തു ഹംസയും കൂടി കാസർഗോഡ് ജില്ലയിലെ ആദൂർ സ്റ്റേഷനിലെത്തി പോലീസിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തു കഴിഞ്ഞ മൊയ്തു എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന കണ്ടതും ഹംസ മൊയ്തുവിനോട് പറഞ്ഞു, മൊയ്തു, നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് പോലീസ് എത്രയും വേഗം അന്വേഷിക്കും. നീ ഇനി ഇവിടെ നിൽക്കണ്ട. നീ വീട്ടിലേക്ക് ചെന്ന് ഭാര്യയുടെ കാര്യം പറ. 2 ദിവസത്തിനകത്ത് എന്തായാലും സഫിയെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ മൊയ്തുവിനെ ഹംസ ആശ്വസിപ്പിച്ചപ്പോൾ മൊയ്തു മനസ്സോടെ ആ ബദൂറിൽ നിന്ന് കുടകിലേക്ക് തിരിച്ചു. വീട്ടിൽ മടങ്ങിയെത്തിയ മൊയ്തു അയാളുടെ ഭാര്യയോട് മകൾ ബക്രീദാകുമോ എത്തുമെന്നാ പറഞ്ഞത്. മകളെ കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്ന മൊയ്തുവിന്റെ ഭാര്യയ്ക്ക് അത് കേട്ടപ്പോൾ ശരിക്കും വിഷമമുണ്ടായെങ്കിലും ബക്രീദിന് മകൾ എത്തുമല്ലോ എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷമായി. മൊയ്തുവിന്റെ ഭാര്യ ശരിക്കും പ്രതീക്ഷയോടുകൂടി ബക്രീദിന് മകൾ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മൊയ്തു ആകെ ടെൻഷനിലാണ്. അയാൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. മകളെ കാണാനില്ല എന്നുള്ള പരാതി. മകളെ കിട്ടിക്കാണോ? സമയം കിട്ടുമ്പോഴൊക്കെ അയാൾ ഹംസയെ വിളിച്ച് ചോദിക്കുകയാണ്. ഹംസ മൊയ്തുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വിവരം എന്തെങ്കിലും കിട്ടിയാലുടൻ പോലീസ് ഉറപ്പായും മൊയ്തുവിനെ അങ്ങോട്ട് ബന്ധപ്പെടുമെന്ന് ഹംസ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രിസ്മസിന്റെ തലേ ദിവസം മൊയ്തുവിന് ഒരു കോൾ വരുന്നത്. കോൾ എടുത്ത മൊയ്തുവിനോടായി പോലീസ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആദൂർ സ്റ്റേഷനിലേക്ക് വരാനാണ്. മൊയ്തു ഭാര്യയും അവരുടെ ഇളയ കുഞ്ഞുമായി പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിലെത്തി. അന്ന് ക്രിസ്മസ് ആണ്. മൊയ്തു ഐഷയും കുഞ്ഞിനെയും കൊണ്ട് എത്തിയത് ആദൂർ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് മൊയ്തു അയാളുടെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് എത്തുമ്പോൾ അയാളുടെ ഭാര്യ ശരിക്കും അമ്പരപ്പിലാണ്. ഐഷ മൊയ്തുവിനോട് ചോദിക്കുകയും ചെയ്തു, നമ്മൾ ഹംസക്കയുടെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം എന്തിനാ സ്റ്റേഷനിലേക്ക് വരുന്നതെന്ന്. അതിന് മൊയ്തു മറുപടി പറയാതെ ഐഷയും കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് കയറി. സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെയുള്ള പോലീസുകാരുടെ സമീപനം ഐഷയെ ശരിക്കും അമ്പരപ്പിച്ചു. അവർ മൊയ്തുവിനെ ചോദ്യം ചെയ്തു തുടങ്ങുകയാണ്. തികച്ചും അമ്പരപ്പിക്കുന്ന ശൈലിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നീ നിന്റെ മകളെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇവിടെ പരാതി കൊടുത്തതല്ലേ എന്നതാണ് പോലീസിന്റെ ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോൾ ഐഷ ആകെ അമ്പരം നിൽക്കുകയാണ്. അവളുടെ ഭർത്താവ് സഫിയെ കാണാനില്ലെന്നുള്ള കാര്യം അവളോട് ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ ആ സ്റ്റേഷനിൽ വെച്ചാണ് ആ വിവരം അറിയുന്നത്. അവരുടെ മൂത്ത മകൾ സഫിയെ കാണാനില്ല. ആ സഫിയെ കാണാനില്ല എന്നുള്ള പരാതി മൊയ്തു 2 ദിവസം മുമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊയ്തുവിനെ പോലീസ് ഇപ്പോൾ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷേ പോലീസ് മൊയ്തുവിനെയാണ് കുറ്റക്കാരനാക്കുന്നത്. മൊയ്തു സഫിയെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ഹംസ എന്ന ആ കൺസ്ട്രക്ഷൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതാണ് പോലീസിന്റെ ഭാഷ്യം. ഐഷ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോഴേക്കും പോലീസ് മൊയ്തുവിനെ പിടിച്ച് ലോക്കപ്പിലിട്ടു. ശരിക്കും ഐഷ ആകെ തകർന്നു പോയ നിമിഷമാണ്. അവള് സ്റ്റേഷനിൽ നിന്ന് കരയാൻ തുടങ്ങി. ശരിക്കും അലമുറയിട്ട് കരയുകയാണ്. അവളുടെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. അവളുടെ മൂത്ത കുട്ടിയെ കാണാനില്ല. ഇതാ ഭർത്താവിനെ പിടിച്ച് പോലീസ് ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ്. അവളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യതായതും പോലീസ് മൊയ്തുവിനെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കി അവൾക്കൊപ്പം വിട്ടു. അതിന്റെ കൂട്ടത്തിൽ ഒരു വാണി കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നിന്റെ സംശയമുണ്ട്. അങ്ങനെ പറഞ്ഞ് വാൺ ചെയ്തിട്ടാണ് മൊയ്തുവിനെ ഐഷയ്ക്കൊപ്പം വിടുന്നത്. ശരിക്കും മൊയ്തുവും ഐഷയും വല്ലാത്തൊരു പ്രതിസന്ധിപ്പെട്ടിരിക്കുകയാണ്. മൊയ്തു നടന്ന സംഭവങ്ങളൊക്കെ ഐഷയോട് അപ്പോഴാണ് പറയുന്നത്. ഹംസയുടെ വീട്ടിൽ എത്തിയ നിമിഷം മുതൽ സ്റ്റേഷനിൽ എത്തിയ വരെയുള്ള കാര്യങ്ങൾ മൊയ്തു ഐഷയോട് പറഞ്ഞപ്പോൾ ഈ ആദൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഈ കേസ് ശരിയായി അന്വേഷിക്കില്ല
എന്നൊരു തോന്നൽ പെട്ടെന്ന് അവർക്കുണ്ടായി. മകളെ കാണാനില്ല എന്ന പരാതിയുമായിട്ട് സ്റ്റേഷനിലെത്തിയ മൊയ്തുവും ഐഷയും കുഞ്ഞുമായി കുടകിലേക്ക് മടങ്ങി. ദിവസങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. മൊയ്തു പല ദിവസവും സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്ന മറുപടിയാണ് അവർക്ക് കിട്ടുന്നത്. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിട്ടും അദൂർ സ്റ്റേഷനിൽ നിന്ന് അനുകൂലമായ ഒരു മറുപടിയും കിട്ടാതെ വന്നതും മൊയ്തുവും ഭാര്യ ഐഷയും അവരുടെ കുഞ്ഞുമായി കാസർഗോഡേക്ക് വന്നു. അവർക്ക് കാസർഗോഡ് ചില പരിചയക്കാരൊക്കെ ഉണ്ട്. ആ പരിചയക്കാരോട് മൊയ്തുവും ഐഷയും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ പരിചയക്കാർ മൊയ്തുവിനോട് പറഞ്ഞു, ഈ ആദൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ശരിക്കും ഈ കേസ് ഉഴപ്പുകയാണ്. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ മകളെക്കുറിച്ചുള്ള ഒരു കാര്യം അറിയാൻ പറ്റില്ല. നൂറുകണക്കിന് കേസുകൾ അന്വേഷിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് ഈ അദൂർ സ്റ്റേഷൻ. അവർക്ക് അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ സഫിയുടെ മിസ്സിംഗ് കേസ്. അവർക്ക് ആ കേസ് സീരിയസ് ആയി അന്വേഷിക്കാൻ തോന്നണമെങ്കിൽ അവരുടെ മുകളിൽ കാര്യമായ പ്രഷർ ഉണ്ടാകണം. മൊയ്തുവും ആയിഷയും കണ്ട ആളുകളൊക്കെ അക്കാര്യമാണ് സൂചിപ്പിച്ചത്. പ്രഷർ ചെലുത്താൻ പറ്റുന്ന ആരെയും ഐഷയ്ക്കും അതുപോലെ മൊയ്തുവിനും അറിയത്തുമില്ല. അവർ സംസാരിച്ച വ്യക്തികൾ അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾ ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ കണ്ട് കാര്യം പറഞ്ഞാൽ അവർ സ്റ്റേഷനിൽ വിളിക്കും. സ്റ്റേഷനിൽ അവർ വിളിച്ച് ഒന്ന് വിരട്ടിയാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പോലീസ് ഈ കേസ് അന്വേഷിക്കും. സ്വാഭാവികമായിട്ടും പരിചയക്കാരുടെ സഹായത്തോടുകൂടി അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ചില രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ട് മൊയ്തുവും ആയിഷയും അവരുടെ കുഞ്ഞിന്റെ തിരോധാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാമെന്ന് ഐഷയോടും മൊയ്തുവിനോടും പറയുകയും ചെയ്തു. പറഞ്ഞെന്ന് മാത്രമല്ല, അവർ വിളിക്കുകയും ചെയ്തു. കേസ് അന്വേഷണം കുറച്ചുകൂടി വേഗത്തിൽ നടക്കുമെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞ് കേട്ടപ്പോൾ ഐഷയ്ക്കും മൊയ്തുവിനും തോന്നി. അവര് സന്തോഷത്തോടു കൂടിയാണ് കാസർഗോഡ് നിന്ന് വീണ്ടും കുടകിലേക്ക് മടങ്ങിയത്. സന്തോഷത്തോടു കൂടി കുടകിലേക്ക് മടങ്ങിയ ഐഷയും മൊയ്തുവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് ആഴ്ചകൾ അതിവേഗം കടന്നുപോയത്. 3-4 ആഴ്ച കടന്നുപോയിട്ടും അദൂർ സ്റ്റേഷനിൽ നിന്ന് അനുകൂലമായ ഒരു മറുപടിയും അവർക്ക് കിട്ടുന്നില്ല. അവര് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി പോലും വളരെ പരിക്കനാണ്. അത് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് പതിവ്. കൂടെ കൂടെ കുടകിൽ നിന്ന് അദൂർ സ്റ്റേഷനിലെത്തി വിവരം തിരക്കാന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി വണ്ടിക്കൂലി വേണം. മൊയ്തുവും ഐഷയും ശരിക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വരിക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നടക്കുന്ന കാര്യവുമല്ല. എന്നിട്ടും പറ്റാവുന്ന സമയത്തൊക്കെ മൊയ്തു സ്റ്റേഷനിൽ വന്ന് തിരക്കുന്നുണ്ട്. അവരുടെ നാട്ടിൽ നിന്ന് ഈ അദൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചും തിരക്കുകയാണ്. കാര്യങ്ങൾ എങ്ങും എത്തുന്നില്ല. മാസങ്ങൾ അതിവേഗം ഓടിപ്പോയി. വീണ്ടും ഐഷയും മൊയ്തുവും കൂടി കാസർഗോഡ് മടങ്ങിയെത്തി ആദ്യം അവർ കണ്ട ആളുകളെ ഒരിക്കൽ കൂടി കണ്ടു. ഇപ്പോ 7-8 മാസമായിരിക്കുകയാണ് സഫിയെ കാണാതായിട്ട്. സഫിയെ കാണാതായ കേസ് അദൂർ സ്റ്റേഷൻ അന്വേഷിക്കുന്നതിൽ കാണിക്കുന്ന അനാസ്ഥ ഇപ്പോ ഐഷയുടെയും അതുപോലെ മൊയ്തുവിന്റെയും ആ പരിചയക്കാർക്ക് പോലും സംശയം ഉളവാക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഒരു കാരണവശാലും അദൂർ സ്റ്റേഷൻകാർ ഒരു അന്വേഷണവും നടത്തില്ല എന്ന് ഏകദേശ ധാരണയായതും തികച്ചും അപ്രതീക്ഷിതമായ ഒരു ആക്ഷനിലേക്ക് ഐഷ കടന്നു. മൊയ്തുവിന്റെയും ഐഷയുടെയും ആ പരിചയക്കാർ ഒരു ആക്ഷൻ കൗൺസിൽ ഇതിനിടയിൽ രൂപീകരിച്ചിരുന്നു. ആ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു സത്യാഗ്രഹ സമരം ആരംഭിച്ചു. ആ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് സഫിയുടെ ഉമ്മ ഐഷയാണ്. അവർ റോഡ് സൈഡിൽ 120 ദിവസമാണ് അങ്ങനെ ആ സമരം നടത്തിയത്. ഐഷയുടെ ആ ഐതിഹാസികമായ സമരത്തിന് അവസാനം ഒരു തീരുമാനമുണ്ടായി. സഫിയെ കാണാനില്ല എന്ന പരാതി കൊടുത്ത് കൃത്യം 1.5 വർഷമായപ്പോൾ സർക്കാർ ആ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. അത് സംഭവിക്കുന്നത് 2008 ജൂലൈ മാസത്തിലാണ്. ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് മാറ്റി കിട്ടിയതും ക്രൈംബ്രാഞ്ച് ഇത് അന്വേഷിക്കാനായി ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് SP PKP ഫിലിപ്പും DYSP സന്തോഷ് കുമാറുമാണ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അവരൊരു നല്ല ടീം തന്നെ ഉണ്ടാക്കി. അവര് സ്വാഭാവികമായിട്ടും അന്വേഷണം ആരംഭിക്കുന്നത് അദൂർ സ്റ്റേഷനിൽ നിന്നാണ്. അദൂർ സ്റ്റേഷനിലെ മൊയ്തുവിന്റെ ആ പരാതിയിൽ അദൂർ സ്റ്റേഷൻ നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് ആദ്യം പരിശോധിച്ചത്. ആ റിപ്പോർട്ട് കണ്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ശരിക്കും അമ്പരന്ന് പോയെന്ന് പറയാം. ആ കേസിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും അദൂർ സ്റ്റേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വളരെ പരിമിതമായ ചില
അന്വേഷണങ്ങൾ മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അന്വേഷണം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണം? ആ ചോദ്യമാണ് ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവരുടെ ടീം മീറ്റിംഗിൽ ആദ്യം ഉന്നയിച്ചത്. ക്രൈംബ്രാഞ്ച് SP ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ ആ അന്വേഷണ സംഘം കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനെയർ തന്നെ തയ്യാറാക്കി. ആ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയതിന് ശേഷം അവരാദ്യം വിളിപ്പിച്ചത് ഹംസയാണ്. ഹംസയെ വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് അതിനുശേഷം മൊയ്തുവിനെ വിളിപ്പിച്ചു. മൊയ്തു പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി കേട്ടു. നേരത്തെ മൊയ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ അദൂർ സ്റ്റേഷനിൽ ഒരു പരാതിയുടെ രൂപത്തിൽ എഴുതിയെടുത്തിട്ടുണ്ട്. ആ പരാതി പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മൊയ്തു ആവർത്തിച്ചു. ഹംസയോട് ചോദിച്ചപ്പോൾ ലഭിച്ച കാര്യങ്ങളും പോലീസ് രേഖപ്പെടുത്തിയെടുത്തു. നേരത്തെ അദൂർ സ്റ്റേഷനിലെ പോലീസുകാർ ഹംസയോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇതിനിടയിൽ അദൂർ സ്റ്റേഷനിലെ ആ പോലീസ് റെക്കോർഡ് പരിശോധിച്ചപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അദൂർ സ്റ്റേഷനിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഹംസയോട് ഒരു അടുപ്പം സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യം ക്രൈംബ്രാഞ്ചിന് തുടക്കത്തിലേ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹംസയുടെ മൊഴി സൂക്ഷ്മമായ വിശകലനത്തിന് ഫിലിപ്പും ടീമംഗങ്ങളും വിധേയമാക്കി. ആ മൊഴി ശരിയാണോ എന്ന് ആദ്യം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഹംസ വിളിച്ചതിനനുസരിച്ചാണ് മൊയ്തു ഹംസയുടെ വീട്ടിലേക്ക് വരുന്നത്. ഡിസംബർ 20-നാണ് ഹംസ മൊയ്തുവിനെ വിളിച്ചത്. ഹംസ പറഞ്ഞത് സഫിയ ഹംസയുടെ വീട്ടിലുണ്ട്, വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. 22-നാണ് മൊയ്തു ഹംസയുടെ വീട്ടിലെത്തുന്നത്. ഹംസയുടെ വീട്ടിൽ മൊയ്തു എത്തിയപ്പോൾ ഹംസ പറഞ്ഞത് സഫിയെ 21-ാം തീയതി വൈകുന്നേരം മുതൽ കാണാനില്ല എന്നാണ്. ആ മൊഴിയിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയാനുള്ള ഒരു ശ്രമത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നു. ആ മൊഴി സത്യമാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും? ഹംസയുടെ മൊഴി അനുസരിച്ച് ഹംസയും കുടുംബവും സഫിയക്കൊപ്പം ഗോവയിലായിരുന്നു. ഗോവയിൽ നിന്ന് അവർ 20-ാം തീയതിയാണ് അവരുടെ കാസർഗോഡുള്ള വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഗോവയിൽ നിന്ന് കാസർഗോഡേക്ക് അവരെങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് വാഹനത്തിലാണ് വന്നുള്ള ഉത്തരവുണ്ട്. ഗോവയിൽ നിന്ന് കർണാടക വഴി കേരളത്തിലേക്ക് വരുമ്പോൾ അനവധി ചെക്ക് പോസ്റ്റുകളുണ്ട്. ചെക്ക് പോസ്റ്റുകൾ ഒന്നൊന്നായി ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു തുടങ്ങി. എല്ലാ ചെക്ക് പോസ്റ്റിലും അതുവഴി വരുന്ന ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പതിവില്ല. പക്ഷേ അങ്ങനെ രേഖപ്പെടുത്തുന്ന പതിവുള്ള ചെക്ക് പോസ്റ്റും ഉണ്ട്. അതിലൊന്ന് മജാളി ചെക്ക് പോസ്റ്റാണ്. ഗോവയിൽ നിന്ന് കർണാടകത്തിലേക്ക് കടക്കുന്ന ചെക്ക് പോസ്റ്റാണ്. ആ ചെക്ക് പോസ്റ്റിലെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ 2006 ഡിസംബർ മാസത്തിലെ വിവരങ്ങൾ പരിശോധിച്ചു തുടങ്ങി. ഹംസ വന്ന വാഹനത്തിന്റെ നമ്പർ നേരത്തെ തന്നെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലെ എൻട്രിയാണ് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു തുടങ്ങിയത്. ആ എൻട്രി പരിശോധിച്ചു വരുമ്പോൾ അവര് ഒരു രേഖ കണ്ടു. ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖയാണ്. 3+1 എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ 3+1 എന്ന് എഴുതിയിരിക്കുന്ന പേജിന്റെ ഫോട്ടോ എടുത്ത ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവിടെയുള്ള ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരോട് ഈ പ്ലസ് ഇട്ട് എഴുതുന്നത് എന്താണെന്ന് തിരക്കി. അപ്പോ ചെക്ക് പോസ്റ്റുകാർ പറഞ്ഞു, മുതിർന്ന ആളുകളും കുട്ടികളും ഉണ്ടെങ്കിൽ അത് വേർതിരിച്ചറിയാനാണ് ഞങ്ങൾ പ്ലസ് ഇട്ട് എഴുതുക. അപ്പോൾ ഹംസയുടെ വാഹനത്തിൽ 3 മുതിർന്ന ആളുകളും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്നാണ് സൂചന. ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരുടെ സ്ഥിരം എഴുതുന്ന രീതി അതാണ്. ചെക്ക് പോസ്റ്റിൽ നിന്ന് എടുത്ത ആ ഫോട്ടോയുമായി ചെക്ക് പോസ്റ്റിൽ പോയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കാസർഗോഡ് മടങ്ങിയെത്തി. ക്രൈംബ്രാഞ്ച് SP ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ അതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ അവര് ഒന്ന് വിലയിരുത്തി. സ്വാഭാവികമായിട്ടും അവിടെ സ്ക്രീനിൽ വലുതായിട്ട് ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടിയ ആ ഫോട്ടോ കാണിക്കുകയാണ്. ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം വ്യക്തമാണ്. ആ 3+1 എന്നുള്ള രേഖ ഒരു മാനിപ്പുലേഷന് വിധേയമായിട്ടുണ്ട്. ശരിക്കും ആ 3 എന്ന് എഴുതിയതല്ല. ആ 3-ൽ രണ്ടാമതൊരു എഴുത്ത് പതിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാണ്. സൂക്ഷ്മമായി ആ രേഖ പരിശോധിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവർ ഇതുപോലുള്ള ഒരുപാട് മാനിപ്പുലേറ്റഡ് രേഖ പരിശോധിക്കുന്ന ആളുകളാണ്. 3 എന്നുള്ളത് ഒറ്റ സ്ട്രോക്കിൽ എഴുതുന്നതും 2 തവണയായിട്ട് എഴുതുന്ന തമ്മിൽ ലേശൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അവർക്ക് ആ 3 എന്ന ലെറ്ററിൽ കാണാം. 2 തവണയായിട്ട് എഴുതിയാണ് 3 എന്ന അക്കം സൃഷ്ടിച്ചതെങ്കിൽ ആദ്യം ഏതക്കമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക? ആ അക്കത്തിൽ സൂക്ഷ്മമായി നോക്കുന്ന ഏതൊരക്കം അതിന് ഉത്തരം കിട്ടും. ഉറപ്പായും അത് 2 ആയിരിക്കും. 2-നെ 3 ആക്കിയിരിക്കുകയാണ്. 2 എന്ന അക്കത്തിനെ എന്തിന് 3 ആക്കണം? ക്രൈംബ്രാഞ്ചിന്റെ സംശയം അവിടെ ആരംഭിക്കുകയാണ്. ഹംസയുടെ വാഹനത്തിനകത്ത് യഥാർത്ഥത്തിൽ എത്ര പേര് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണല്ലോ ആ
3+1. 3+1 എന്ന് പറയുമ്പോൾ 4 ആളുകളാണ്. ഇത്രയും കാര്യങ്ങൾ ഹംസയുടെ മൊഴിയുമായി കണക്ട് ചെയ്ത് ഒന്ന് റീചെക്ക് ചെയ്തു. ഹംസ നൽകിയിരിക്കുന്ന മൊഴി വളരെ വ്യക്തമാണ്. ഗോവയിൽ നിന്ന് ഹംസയും ഭാര്യയും അവരുടെ കുഞ്ഞും സഫിയുമായിട്ടാണ് അവർ കാസർഗോഡ് മടങ്ങിയെത്തിയത്. ഹംസ, ഭാര്യ, സഫിയ പ്ലസ് കുഞ്ഞ്, അതാണ് 3+1. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഗോവയിൽ നിന്ന് ഹംസയും ഭാര്യയും സഫിയും പിന്നെ ആ കുഞ്ഞും ആ മജാളി ചെക്ക് പോസ്റ്റ് വഴി കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ആ കാര്യം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഏകദേശം ഉറപ്പാണ്. പക്ഷെ എന്നാലും ആ സംശയം അവിടെ നിലയ്ക്കുന്നുണ്ട്. 2 എന്ന അക്കത്തെ എന്തിന് 3 മാറ്റി എന്നുള്ളത് ആ സംശയം നിലനിൽക്കുന്നതുകൊണ്ട് ഒരിക്കൽ കൂടി ഹംസയുടെ വീട്ടുകാരെ ചോദ്യം ചെയ്യാമെന്ന് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. ക്രൈംബ്രാഞ്ച് ഹംസയുടെ വീട്ടിലെ ആളുകളെ മുഴുവൻ ഒന്നുകൂടി വിളിച്ചു വരുത്തി. ഹംസയും ഭാര്യയും ഹംസയുടെ ഉമ്മയും ചോദ്യം ചെയ്യുകയാണ്. ഉമ്മ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഞാനല്ലേ വാതിൽ തുറന്നത്, ഞാൻ കണ്ടതാണ് ഹംസയും അവന്റെ ഭാര്യയും ആ കൊച്ചും പിന്നെ സഫിയും അകത്തേക്ക് വന്നത്. ശരിക്കും സന്തോഷത്തോടെ അവരെല്ലാം കൂടെ വന്നത്. ആ ഉമ്മയ്ക്ക് ഒരു സംശയവുമില്ല അവർ പറയുന്ന കാര്യത്തിൽ. ശരിക്കും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഹംസയുടെ ഉമ്മ ആ കാര്യം പറഞ്ഞത്. ഹംസയുടെയും ഭാര്യയുടെയും ഹംസയുടെ ഉമ്മയുടെയും മറുപടി റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. റെക്കോർഡ് ചെയ്യപ്പെട്ട ആ മറുപടി ക്രൈംബ്രാഞ്ച് വീണ്ടും വീണ്ടും ഒന്ന് പരിശോധിച്ചു തുടങ്ങി. അനവധി തവണ പ്ലേ ചെയ്ത് ആ റെക്കോർഡഡ് വീഡിയോ കണ്ടപ്പോൾ ക്രൈംബ്രാഞ്ച് SP ഫിലിപ്പ് തൻ്റെ ടീമുകളോട് ചോദിച്ചു, ഈ മറുപടികൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അതിന് മറുപടി പറഞ്ഞത് DYSP സന്തോഷ് കുമാറാണ്. സർ, ഈ 3 മറുപടികളും കേൾക്കുമ്പോൾ ആരോ അവരെ പഠിപ്പിച്ച് ഈ മറുപടികൾ പറയിപ്പിക്കും പോലെയുണ്ട്. ടീമിലുള്ള ബാക്കി ആളുകൾക്കും DYSP സന്തോഷ് കുമാർ പറഞ്ഞ അഭിപ്രായത്തോട് ഏതാണ്ട് യോജിപ്പാണ്. അതെ സാർ, ഈ മറുപടികളെല്ലാം ഒരുപോലെയുണ്ട്. ഒരേ ശൈലിയിൽ ആ 3 ആളുകൾ സംസാരിക്കുകയാണ്. ദൃശ്യ സിനിമയിൽ ജോർജ് കുട്ടിയും ഭാര്യയും മക്കളെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ മറുപടി പറയുന്നത് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഏതാണ്ട് അതേ ശൈലിയിലാണ് ഹംസയും ഭാര്യയും ഉമ്മയും സംസാരിക്കുന്നത്. ആണ്ടവിട വ്യത്യാസമില്ല. അങ്ങനെ ഒരു വ്യത്യാസമില്ലാത്ത ഒരു മറുപടി കിട്ടുമ്പോൾ അതിന്റെ പിന്നിൽ ശരിക്കൊരു പരിശീലനം നടന്നു എന്ന് ഒരു തോന്നൽ പോലീസുകാർക്കുണ്ടാകാൻ സ്വാഭാവികമാണ്. ഈ മറുപടി അവരേതോ വക്കീല് പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഈ 3 പേരും പഠിച്ച് പറയുകയാണ്. ഇവരല്ലാതെ ഒരാളെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അക്കാര്യം ഉറപ്പിച്ചു. അങ്ങനെയാണ് അവർ ഹംസയുടെ സഹായിയായ അബ്ദുള്ളയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നത്. നേരത്തെ തന്നെ അബ്ദുള്ളയെ ചോദ്യം ചെയ്തതാണ്. പക്ഷെ അന്ന് അബ്ദുള്ള ഹംസ പറഞ്ഞ മറുപടികൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. അബ്ദുള്ളയെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പോലീസിന്റെ രൂപവും ഭാവമൊക്കെ മാറി. ശരിക്കും ഒരു ത്രട്ടനിങ് എന്ന് പറയാൻ കഴിയുന്ന ശൈലിയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങളുടെ രീതി മാറിയപ്പോൾ അബ്ദുള്ള നിൽക്കുകയില്ലാതെ അവസാനം ക്രൈംബ്രാഞ്ചിനോട് ആ കാര്യം സമ്മതിച്ചു. ഗോവയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഹംസയും ഭാര്യയും അവരുടെ കൊച്ചും മാത്രമേ ആ ചെക്ക് പോസ്റ്റ് വഴി വന്നിട്ടുള്ളൂ. എങ്ങനെ 2 3 എന്നുള്ള പോലീസിന്റെ സംശയത്തിന് ഇതാ ഒരു മറുപടി കിട്ടുകയാണ്. ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവിടുത്തെ രജിസ്റ്ററിൽ ഹംസ ഒരു തിരിമറി നടത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഗോവയിൽ നിന്ന് ഹംസയും ഭാര്യയും കുഞ്ഞുമാണ് മടങ്ങിയെന്നുള്ള കാര്യം ആ ചെക്ക് പോസ്റ്റിലെ ആളുകൾക്ക് അറിയാം. അവരതുകൊണ്ടാണ് 2+1 എന്ന് രേഖപ്പെടുത്തിയത്. പിന്നീട് എപ്പോഴോ ഹംസ ഇടപെട്ട് ആ 2നെ 3 ആക്കിയതാണ്. ക്രൈംബ്രാഞ്ചിന് വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് അബ്ദുള്ളയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വളരെ വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഹംസയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിച്ചു. ശരിക്കും ഒരു ഇരുട്ട് കലർന്ന മുറിയിൽ ഹംസയെ ഇരുത്തിയിട്ട് അവിടെ ഒരു സ്ക്രീനിൽ അബ്ദുള്ളയുടെ മൊഴി കാണിച്ചു. അബ്ദുള്ള വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഹംസ കേട്ടു. മജോളി ചെക്ക് പോസ്റ്റ് വഴി ഗോവയിൽ നിന്ന് കർണാടകത്തിലേക്ക് വരുന്ന സമയത്ത് ഹംസയ്ക്കൊപ്പം ഹംസയുടെ ഭാര്യയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അബ്ദുള്ള വ്യക്തമാക്കുന്നതാണ് ഹംസ കേട്ടത്. വീഡിയോ കട്ട് ചെയ്ത ക്രൈംബ്രാഞ്ച് തുടർന്ന് ആ സ്ക്രീനിൽ മറ്റൊരു ചിത്രം കാണിച്ചു. ചെക്ക് പോസ്റ്റിലെ ഡോക്യുമെന്റ് തിരുത്തിയിരിക്കുന്ന ചിത്രമാണ് ഹംസയെ ക്രൈംബ്രാഞ്ച് കാണിച്ചത്. അത് രണ്ടും കാണിച്ചതിന് ശേഷം DYSP സന്തോഷ് കുമാർ ഹംസയോട് ചോദിച്ചു, ഹംസ ഇനി ഒന്നും ഒളിക്കണ്ട,
സഫിയെ നീ എങ്ങനെയാണ് കൊന്നത്, എന്താണ് സംഭവിച്ചതെന്നല്ല സന്തോഷ് കുമാർ ചോദിച്ചത്. സഫിയെ നീ എങ്ങനെയാണ് കൊന്നതെന്നാണ് ചോദിച്ചത്. പെട്ടെന്ന് ഡിവൈഎസ്പി ആ ചോദ്യം ചോദിച്ചപ്പോൾ ഹംസ ഒന്ന് പതറി. ഹംസയുടെ ആ പതർച്ച വളരെ വ്യക്തമായി നോട്ട് ചെയ്ത ക്രൈംബ്രാഞ്ചിന് അവർ കറക്റ്റ് പോയിന്റിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലായി. ക്രൈംബ്രാഞ്ച് ചോദ്യങ്ങൾ ഒന്ന് കടുപ്പിച്ചോടുകൂടി ഹംസ പതുക്കെ പതുക്കെ കഥകൾ പറഞ്ഞു തുടങ്ങി. ഹംസയും മൈമുന എന്ന അയാളുടെ ഭാര്യയും കുഞ്ഞും സഫിയുമായിട്ട് ഗോവയിലായിരുന്നു. ഒരു ദിവസം മൈമുനയും കുഞ്ഞും കൂടി പുറത്തു പോയിരിക്കുന്ന സമയത്ത് അയാൾ കഞ്ഞി വാർക്കുകയായിരുന്നു. കഞ്ഞി വാർക്കുന്ന സമയത്ത് അയാളെ സഹായിക്കാനായി സഫിയ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് യാദൃശ്യവശാൽ ആ കഞ്ഞി സഫിയുടെ പുറത്തുകൂടി മറിഞ്ഞു. ശരിക്കും സഫിയുടെ പുറത്ത് ആ ചൂട് കഞ്ഞി വീണപ്പോൾ അവളുടെ ദേഹം മുഴുവൻ അങ്ങ് പൊള്ളിയെന്നല്ല, ശരിക്കും അങ്ങ് വെന്തുപോയി എന്ന് പറയാം. ഭയന്നുപോയ ഹംസ സഫിയെ അയാളുടെ തന്നെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ ഒരു മുറി കൊണ്ടുവന്നാക്കി. അയാൾ ആ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് നേരെ പോയത് മെഡിക്കൽ സ്റ്റോറിലേക്കാണ്. അയാൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മടങ്ങിയെത്തിയത് പാരസെറ്റമോളുമായിട്ടാണ്. അയാൾ പാരസെറ്റമോളുമായി അവിടെ മുറിയിലെത്തുമ്പോൾ സഫിയുടെ അവസ്ഥ വല്ലാതെ ഗുരുതരമായിരിക്കുകയാണ്. ശരിക്കും വേദന കൊണ്ട് അവൾ പുളയുകയും അലറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ ആ വേദനയ്ക്കൊരു ശമനം ഉണ്ടാക്കാനായിട്ടാണ് അയാൾ യഥാർത്ഥത്തിൽ ആ പാരസെറ്റമോൾ സഫിയക്ക് കൊടുക്കുന്നത്. വേദന കൊണ്ട് പുളയുകയായിരുന്ന സഫിയ അയാൾ കൊടുത്ത ആ പാരസെറ്റമോൾ കഴിച്ചെങ്കിലും അവളുടെ വേദന മാറിയില്ല. അയാൾ കണ്ടുകൊണ്ട് നിൽക്കുക തന്നെ സഫിയ പിടഞ്ഞ് മരിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഹംസ പറഞ്ഞതും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഹംസയോട് ചോദിച്ചു, നിങ്ങളെന്താ അവളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യായിരുന്നത്? സാർ, അവൾക്ക് 13 വയസ്സിലെ പ്രായമുള്ളൂ. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ജോലിക്ക് നിർത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം പുറത്തറിഞ്ഞാൽ ഞാൻ ബാലവേല ചെയ്യിക്കുകയാണെന്ന് പരാതി വരും. അത് വിഷയമാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരുന്നത്. ഹംസയ്ക്ക് എന്തുകൊണ്ട് സഫിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്നതിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഹംസ ഇത്രയും പറഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ച് ഹംസയോട് ചോദിച്ചു, അപ്പോൾ ബോഡി എന്ത് ചെയ്തു? സാർ, ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നി. ഞാൻ സഫിയെ കഷ്ണമായി മുറിച്ചു. അതിനുശേഷം സഫിയുടെ ബോഡി ഞാൻ പ്ലാസ്റ്റിക് കവറുകളിലാക്കി. ഒറ്റയ്ക്ക് കൊണ്ടുപോയി കളയാൻ എനിക്ക് ഭയമായതുകൊണ്ട് ഞാൻ അബ്ദുള്ളയെ കൂടി വിളിപ്പിച്ചായിരുന്നു. എന്താണ് കവറിലെന്നുള്ള കാര്യം അബ്ദുള്ളയ്ക്ക് യഥാർത്ഥത്തിൽ അറിവുണ്ടായിരുന്നില്ല. ഞാൻ അബ്ദുള്ളയും കൂടി കാർ ഓടിച്ച് മുന്നോട്ട് പോയി. ശരിക്കും ആളൊഴിഞ്ഞ ഭാഗത്ത് ഞാൻ ആ കവറ് വലിച്ചെറിഞ്ഞു. ഞാൻ ആ കവർ വലിച്ചെറിയുമ്പോഴാണ് അബ്ദുള്ള അത് കണ്ടത്. അബ്ദുള്ള എന്നോട് എന്താണ് സംഭവം ചോദിച്ചപ്പോൾ ഞാൻ അബ്ദുള്ളയോട് കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അബ്ദുള്ള പറഞ്ഞു, സാർ, ഇത് പ്രശ്നമാകും. ഇവിടെ ഈ പ്ലാസ്റ്റിക് കവർ കണ്ടാൽ ഉറപ്പായും ആളുകൾ ഈ കവർ കണ്ടുപിടിക്കും. അത് അവസാനം സാറിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ അബ്ദുള്ള പറഞ്ഞപ്പോൾ ഞാൻ ആ കവറുകളൊക്കെ തിരിച്ചെടുത്തു. ഞാൻ ആ അബ്ദുള്ളയും കൂടി ഞങ്ങൾ ഡാം സൈറ്റിലുള്ള ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ പോയിന്റിലെത്തി. ഞാൻ പണിക്കാരോട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു കിണർ കുഴിക്കാൻ ആവശ്യപ്പെട്ടു. അവർ ശരിക്കും താഴ്ചയിൽ ഒരു കിണർ കുഴിച്ചു. പണിക്കാരൊക്കെ അവിടെ വിട്ടുപോയ സമയത്ത് ഞാനും അബ്ദുള്ളയും കൂടി കാറിലുള്ള ആ പ്ലാസ്റ്റിക് കവറുകളെടുത്ത് ആ കിണറ്റിലേക്ക് ഇട്ടു. അതിനുശേഷം ഞങ്ങൾ രണ്ടും കൂടി കുറേ മണ്ണ് വെട്ടി ആ കവറുകൾക്ക് പുറത്തിട്ടു. ഞങ്ങൾ കുറച്ച് മണ്ണേ ആ കവറിന് പുറത്തിട്ടുള്ളൂ. പിറ്റേ ദിവസം പണിക്കാർ വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ഈ കിണറിന് സ്ഥാനം കണ്ടത് ശരിക്കും നല്ല സ്ഥലത്തല്ല. ഈ കിണറിന് നേരെ എതിരെ വരുന്നത് അമ്പലമാണ്. അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ മുസ്ലിംസ് ഇങ്ങനെ ഒരു കിണറൊക്കെ കുഴിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ കിണർ നമുക്ക് വേണ്ട, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ പണിക്കാർ ആ കിണറങ്ങ് മൂടി. ഇത്രയും കാര്യങ്ങൾ ഹംസ പറഞ്ഞതും ഡിവൈഎസ്പി സന്തോഷ് കുമാർ ഹംസയോട് ചോദിച്ചു, ഇത് എന്നാ സംഭവിച്ചത്? സാർ, ഡിസംബർ 15-നാണ് സഫിയുടെ പുറത്ത് വെള്ളം വീണത്. ഡിസംബർ 16-നാണ് സഫിയ മരിച്ചത്. ഞങ്ങൾ സഫിയെ കുഴിച്ചിട്ടത് ഡിസംബർ 17-നാണ്. ഡേറ്റുകളൊക്കെ അയാൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. മൊയ്തുവിന്റെ മകളെ കാണാനില്ല എന്ന പരാതിയാണ് യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ആ അന്വേഷണത്തിന് ദിശ അങ്ങ് മാറുകയാണ്. അസാധാരണമായ ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സഫിയുടെ കഥയായി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. ക്രൈംബ്രാഞ്ചിനോട് ഹംസ പറഞ്ഞിരിക്കുന്ന കഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാന്നുള്ളതാണ് പോലീസിന്റെ അടുത്ത ദൗത്യം.
ഒരു വൻ സംഘം ക്രൈംബ്രാഞ്ച് ടീം കാസർഗോഡ് നിന്ന് കർണാടക വഴി ഗോവയിലേക്ക് തിരിച്ചു. SP ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം ശരിക്കും വൻ പ്രിപ്പറേഷനോടുകൂടിയാണ് ഗോവയിലേക്ക് പോകുന്നത്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് സഫിയ മരണപ്പെട്ടതായി ഹംസ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചിരിക്കുന്നത്. 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കിണറിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന രീതിയിലാണ് സഫിയുടെ ബോഡി ഉള്ളത്. അത് കഷ്ണങ്ങളായി മുറിക്കപ്പെട്ട ബോഡി. ആ ബോഡിയാണ് ഇനി കുഴിച്ചെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അവിടേക്ക് പോകുമ്പോൾ ഫോറൻസിക് വിദഗ്ധരുടെ ആവശ്യമുണ്ട്. അറിയപ്പെടുന്ന ഫോറൻസിക് വിദഗ്ധരായ അന്നമ്മ ജോണിനെയും ഷേർലി വാസുവിനെയും അവരുടെ കൂടെയുള്ള ടീമംഗങ്ങളെയും കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് സംഘം ഗോവയിലേക്ക് തിരിച്ചത്. ശരിക്കും ഒരു വൻ ടീം തന്നെ ഉണ്ടെന്ന് പറയാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം സഫിയയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തെളിവ് ഹംസയുടെ മൊഴിയാണ്. ആ മൊഴി അനുസരിച്ച് ഗോവയിലെ ആ ഡാം സൈറ്റിലുള്ള ഒരു കിണറ്റിനകത്ത് സഫിയുടെ ബോഡി കാണണം. അത് ശരിക്കും കണ്ടെത്തി തെളിവുകളാക്കിയാൽ മാത്രമേ ഹംസയ്ക്കെതിരെ കോടതിയിൽ അത് തെളിവായി മാറത്തുള്ളൂ. ഹംസ പോലീസിനോട് പറയുന്ന കാര്യങ്ങളൊക്കെയും കോടതിയിലെത്തുമ്പോൾ മാറ്റി പറയും. അത് പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് ഗോവയിൽ നിന്ന് തെളിവുകൾ കിട്ടിയേ പറ്റൂ. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം. കേരള സ്റ്റേറ്റിന്റെ അധികാര പരിധിയിലല്ലല്ലോ ഗോവ. ഗോവയിലെ ഡാം സൈറ്റിൽ പോയി ഒരു കിണറിലെ മണ്ണ് മുഴുവൻ മാറ്റി അകത്തുള്ള അസ്ഥി എടുക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയുള്ള പല സംവിധാനങ്ങളുടെയും അനുമതിയും സഹായവും വേണ്ടിവരും. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന പ്രതീക്ഷയിൽ SP ഫിലിപ്പും സംഘങ്ങളും ഗോവയിലെത്തി. SP ഫിലിപ്പും സംഘവും ഗോവയിലെത്തി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഈ ഡാം സൈറ്റ് ഉള്ള ഭാഗത്തുള്ള പോലീസ് സ്റ്റേഷനിലെ അധികാരികൾക്ക് നമ്മുടെ കാസർഗോഡ് പോലീസിന്റെ ആവശ്യത്തോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഒരു പെൺകുട്ടിയുടെ ബോഡി കുഴിച്ചെടുക്കാൻ വേണ്ടി അവിടെ മുഴുവൻ കുഴിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ എന്തോ ഒരു മടി ആ പോലീസുകാർക്കുണ്ട്. പോലീസുകാരുടെ മടി നേരത്തെ കൂടി എക്സ്പെക്ട് ചെയ്തിരുന്ന SP സംഘവും എന്തായാലും ഒരു പരുവത്തിൽ ഈ സംഭവ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ക്രൈംബ്രാഞ്ച് പോലീസ് ശരിക്കും ഒന്ന് ഞെട്ടുന്നത്. ഡാമിനടുത്തുള്ള ഒരു പറമ്പിലേക്കാണ് ഹംസ അവരെ കൊണ്ടുവന്നത്. ആ പറമ്പ് നിറയെ കാട് പിടിച്ച് കിടക്കുകയാണ്. ആ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിൽ എവിടെയോ ആണ് ആ കിണർ എന്നത് മാത്രമേ ഹംസയ്ക്ക് ഇപ്പൊ പറയാൻ പറ്റൂ. കാരണം ആ കിണർ നേരത്തെ മണ്ണിട്ട് മൂടിയതാണല്ലോ. ശരിക്കും വളരെ വിശാലമായ പറമ്പാണ്. ആ പറമ്പിൽ 5 അടിയോളം താഴ്ചയിൽ മാത്രമേ കുഴിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഹംസ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് പോലീസിന് ഏക ആശ്വാസം. ശരിക്കും 10 അടിയോ 20 അടിയോ താഴ്ചയിലാണല്ലോ കുഴിച്ചെന്ന് പറഞ്ഞതെങ്കിൽ അത്രയും താഴേക്ക് അവർ കുഴിക്കേണ്ടി വന്നേ. സ്ഥലം ഏതെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് ആ എൻ്റർ പ്രോപ്പർട്ടി കുഴിക്കണമല്ലോ. എന്തായാലും ഒരു JCBയുടെ സഹായം കൂടി തരും. അവർക്ക് ലോക്കലായിട്ടുള്ള ഒരു JCB ഡ്രൈവറെയും JCBയും കിട്ടണം. അയാള് ഒരു കാരണവശാലും അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയാനും പാടില്ല. അവിടെ ഒരു ബോഡിക്ക് വേണ്ടി കുഴിയെടുക്കുകയാണെന്നുള്ള വിവരം അറിഞ്ഞാൽ ജനം മുഴുവൻ അവിടേക്ക് ഒഴുകിയെത്തും. ആ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് ക്രൈംബ്രാഞ്ചിന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ക്രൈംബ്രാഞ്ച് എന്തായാലും ലോക്കലായിട്ടുള്ള ഒരു കക്ഷിയെ സംഘടിപ്പിച്ചു. അയാളും അയാളുടെ JCBയും സ്ഥലത്തെത്തി പതുക്കെ കുഴിച്ചു തുടങ്ങി. നമ്മുടെ ക്രൈംബ്രാഞ്ച് സംഘം ഫോറൻസിക് വിദഗ്ധരുമായിട്ട് ഗോവയിലെ ആ ഡാം സൈറ്റിൽ എത്തിയിരിക്കുന്നത് 2008 ജൂൺ മാസത്തിലാണ്. ശരിക്കും മൺസൂൺ കത്തി നിൽക്കുന്ന സമയം, ഇടോപ്പാതി തുടങ്ങിയിരിക്കുകയാണ്. ശക്തമായി മഴ പെയ്യുന്ന ആ സമയത്ത് ഇവരെ കുഴിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലമായി മാറി. JCB ഉപയോഗിച്ച് കുഴിച്ചു തുടങ്ങുമ്പോൾ വെള്ളം അങ്ങ് കയറുകയാണ്. ഡാമിന്റെ സമീപത്തായതുകൊണ്ട് വെള്ളം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഴിക്കുക എന്നുള്ള പ്രക്രിയ വല്ലാതെ ക്രൈംബ്രാഞ്ച് ടീമിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ച് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ക്രൈംബ്രാഞ്ചിനൊപ്പമുള്ള ഫോറൻസിക് വിദഗ്ധർ മറ്റൊരു കാര്യം പരിശോധിക്കുകയാണ്. ഹംസയും അബ്ദുള്ളയും കൂടി സഫിയുടെ ബോഡി കൊണ്ടുവന്ന് ആ സ്ഥലത്ത് കുഴിച്ചിടാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വാഹനം ഉണ്ടല്ലോ. ആ വാഹനം ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആ വാഹനത്തിൽ പരിശോധന നടത്തുകയാണ് ഫോറൻസിക് വിദഗ്ധർ. ഫോറൻസിക് വിദഗ്ധരുടെ അസാമാന്യമായ കഴിവിന്റെ ചില ലക്ഷണങ്ങൾ അതുമുതൽ നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. ആ കാറിന്റെ ഡിക്കിക്കകത്ത് നിന്ന് സൂക്ഷ്മ പരിശോധനയിൽ ഫോറൻസിക് വിദഗ്ധർ ഒരു മുടി കണ്ടെത്തി. ആ മുടി ഒരു കവറിലേക്ക് മാറ്റി. അതിനു പുറമെ ആ ഡിക്കിയിൽ നിന്ന് നീല നിറത്തിലുള്ള ഒരു നൂലും കിട്ടും. അത് മറ്റൊരു കവറിലേക്ക് മാറ്റി. വളരെ വളരെ ചെറിയ സംഭവങ്ങളാണ്, പക്ഷെ അതിനും എന്തെങ്കിലും കഥ പറയാൻ ഉണ്ടാകുമെന്ന് ആ
ഫോറൻസിക് വിദഗ്ധർക്ക് അറിയാം. അതുകൊണ്ട് അവരത് ശേഖരിച്ചത്. അതിനുശേഷം അവർ ആ ഡിക്കിയിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ടയർ ശ്രദ്ധിച്ചു. ടയർ ഒരു കാർഡ്ബോർഡ് ശൈലിയിലുള്ള പേപ്പർ കൊണ്ട് പൊതിഞ്ഞ വെച്ചിരുന്നത്. ആ കാർഡ് ബോർഡിൽ അവർക്ക് രക്തത്തിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റി. അല്പം രക്തം ആ കാർഡ്ബോർഡിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അതും ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ച് പരിശോധനയ്ക്കായി മാറ്റിവെച്ചു. ഇപ്പോൾ കാറിൽ നിന്ന് 3 കാര്യങ്ങളെ കിട്ടിയിരിക്കുന്നത്: രക്തം, ഒരു നീല നൂല്, പിന്നെ ഒരു മുടിയിട. ഫോറൻസിക് വിദഗ്ധർ ആ കാറിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡാം സൈറ്റിൽ JCB അതിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മുകൾ ഭാഗമൊക്കെ കവർ ചെയ്ത് 5 അടി താഴ്ചയിലേക്ക് പല മേഖലയിലും JCB കിളച്ചു മറിക്കുകയാണ്. പല ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടുന്ന കമ്പ് മുറിയിക്കുകയാണ്. ആശാവഹമായ ഒന്നും കിട്ടുന്നില്ല. സമയം ഏകദേശം സന്ധ്യയോടടുത്തു. ആ സമയത്താണ് JCB ഒരു തുണിയിൽ കൊളുത്തി പിടിക്കുന്നത്. അത് കണ്ടതും വളരെ ശ്രദ്ധിച്ച് ആ തുണി വലിച്ചെടുത്തു. നീല നിറത്തുള്ള ഒരു തുണിയാണ് അവിടെ നിന്ന് കിട്ടിയത്. ഈ സമയത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന കഴിഞ്ഞ് അവിടെ മടങ്ങിയെത്തിയിരുന്നു. അവർക്ക് നീല നിറത്തുള്ള ഒരു നൂല് കാറിൽ നിന്ന് കിട്ടിയിരുന്നു. ഇപ്പൊ ഇതാ ഇവിടെ നീല നിറത്തുള്ള ഒരു തുണിയും കിട്ടുകയാണ്. നേരത്തെ ഹംസ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. സഫിയ മരിച്ചു കഴിഞ്ഞെന്ന് ബോധ്യമായ സമയത്ത് അയാൾ സഫിയുടെ ഡ്രസ്സ് മുഴുവൻ അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് സഫിയെ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റിയത്. പക്ഷെ ഇപ്പൊ ഇതാ സഫിയെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു തുണി കിട്ടിയിരിക്കുകയാണ്. ആ തുണിയെക്കുറിച്ചുള്ള ചോദ്യം ഹംസയ്ക്ക് നേരെ വന്നപ്പോൾ ഹംസ പറഞ്ഞു അത് അയാളുടെ ഭാര്യ മൈമുനയുടെ സാരി വെട്ടിത്തച്ചുണ്ടാക്കിയ ഒരു പാവാടയാണെന്നാണ്. സഫിയ മരിച്ചു എന്ന് ഉറപ്പാക്കിയതും അയാൾ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം കഷ്ണങ്ങളൊക്കെ പ്ലാസ്റ്റിക് ബാഗിലാക്കിയതിന് ശേഷം അത് മറവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അതെല്ലാം കൂടി കൂട്ടിവെച്ചത് ആ പാവാടയിലാണെന്നാണ് ഇപ്പോൾ ഹംസ ക്രൈംബ്രാഞ്ചിനോട് പറയുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് സന്ധ്യയായി കഴിഞ്ഞു. ഈ സമയത്ത് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു സംഘം പോലീസ് എത്തി ഡാം സൈറ്റിന് സമീപത്ത് JCB ഉപയോഗിച്ച് കുഴിച്ചു നോക്കുന്ന കാര്യമാണ് ലീക്കായിരിക്കുന്നത്. ആളുകൾ ഏതാണ്ട് തടിച്ചു കൂടിയിരിക്കുകയാണ്. പോലീസ് കുഴിച്ചു നോക്കുന്നത് ഒരു ഡെഡ് ബോഡി ആണെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. രാത്രി ആയോടുകൂടി ആ സ്ഥലത്തിന് ആവശ്യമായ ബന്ദോബസ്ത് ഇട്ടതിന് ശേഷം അന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ പോലീസിന് ഒരു കാര്യം അറിയാം: അവരുടെ കൈവശമുള്ള ആ JCB ഉപയോഗിച്ച് ഇനി ഒരു പണിയും നടക്കത്തില്ല. ആ JCBക്ക് കുഴിക്കാൻ കഴിയുന്ന അത്രയും ആഴത്തിൽ JCB കുഴിച്ചു കഴിഞ്ഞു. അതിനും താഴേക്കാണ് സഫിയുടെ ബോഡി ഉള്ളതെന്ന് വ്യക്തമാണ്. സഫിയുടെ ബോഡി കുഴിച്ചെടുക്കണമെങ്കിൽ കുറെ കൂടി ആഴത്തിൽ കുഴിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം വേണം. അത് ഹിറ്റാച്ചിയാണ്. ഹിറ്റാച്ചി ഗോവയിൽ ഒരു സ്ഥലത്തുള്ള കാര്യം അവർക്കറിയാം. പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഡ്രൈവർ അവിടെ ഇല്ല. ഹിറ്റാച്ചി ഓടിക്കാനുള്ള ആര് ഈ ഗോവയിൽ ഇല്ലേ എന്നുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ്. സാർ, അതിപ്പോ ഈ ശവം കുഴിച്ചെടുക്കാനാണെന്നുള്ള കാര്യം ഏതാണ്ട് ലീക്കായിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആരും വരാത്തത്. ഗോവയിൽ ഇനി മഷീട്ട് നോക്കിയാലും ഒരാളെയും കിട്ടില്ലെന്ന് മനസ്സിലായതും SP ഫിലിപ്പ് അദ്ദേഹത്തിന്റെ ചില കണക്ഷൻസ് ഉപയോഗിച്ച് ദില്ലിയിൽ നിന്ന് ഒരു സുഹൃത്തു വഴി ഒരാളെ അതിരാവിലെ ഗോവയിലേക്ക് വിമാനത്തിലെത്തിച്ചു. ഒരു സർദാർജിയാണ് വന്നത്. രാവിലെ ഏകദേശം ഒരു 11:30 മണിക്കാണ് സർദാർജി ദില്ലിയിൽ നിന്ന് ഗോവയിലെത്തുന്നത്. അദ്ദേഹത്തിന് വേണ്ടി എൻറ്റയർ ക്രൈംബ്രാഞ്ച് ടീമും ഫോറൻസിക് വിദഗ്ധരും വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹം എത്തി അധികം സമയം കഴിയുമ്പോൾ ക്രൈംബ്രാഞ്ച് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. ഹിറ്റാച്ചി ഉപയോഗിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ തന്നെയാണ് അവിടെ എത്തിയത്. അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് ആ ഭാഗം ഇങ്ങനെ കുഴിക്കുകയാണ്. കുഴിക്കുന്നതിനനുസരിച്ച് ഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങി. ശവം കുഴിച്ചിട്ടുന്ന ഭാഗം നമ്മൾ കുഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രൂക്ഷ ഗന്ധം ഉണ്ടാവുമല്ലോ. ആ ഗന്ധം വന്നു തുടങ്ങിയോടുകൂടി അവർ കുഴിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണെന്നുള്ള കാര്യം ഉറപ്പായി. ഈ സമയത്ത് അവിടെ നിന്ന് കോരിയെടുക്കുന്ന മണ്ണ് ഇടുന്ന ഭാഗം ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് വീണ്ടും മണ്ണ് കോരുന്നത്. എന്തെങ്കിലും ആ മണ്ണിൽ ഉണ്ടെങ്കിൽ അത് ആദ്യമേ എടുക്കണമല്ലോ. പതുക്കെ പതുക്കെ എല്ലിൻ്റെ സാന്നിധ്യം കണ്ടു തുടങ്ങിയതും ഡ്രൈവർക്ക് ഫോറൻസിക് വിദഗ്ധർ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. വളരെ വളരെ ശ്രദ്ധിച്ച് ഇനി എന്തെങ്കിലും എടുക്കാവൂ. ഒരു കാരണവശാലും എല്ലുകൾ പൊട്ടാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഫോറൻസിക് വിദഗ്ധർ കൊടുക്കുന്നത്.
ഹംസയുടെ മൊഴി അനുസരിച്ച് ഒരു കാരണവശാലും ഒരു എല്ലും കൂടം അവിടുന്ന് കിട്ടത്തില്ല. ഹംസ തന്നെ പറഞ്ഞിട്ടുണ്ട്, സഫിയെ കഷ്ണങ്ങളായി മുറിച്ചാണ് അവിടെ കുഴിച്ചിട്ടതെന്ന്. എന്നാലും ആ കഷ്ണങ്ങൾ ഇനിയും മുറിയാതിരിക്കാൻ വേണ്ടിയാണ് ഹിറ്റാച്ചി ഡ്രൈവറോട് ഫോറൻസിക് വിദഗ്ധർ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരിക്കും സാവധാനത്തിലാണ് ഹിറ്റാച്ചിയുടെ ഡ്രൈവർ ആ കുഴിയിൽ നിന്ന് ഓരോ സാധനങ്ങളായി എടുക്കുന്നത്. അയാളോട് ഈ ഫോറൻസിക് വിദഗ്ധർ ഒരു കൊച്ചുകുട്ടിയുടെ ബോഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഹിറ്റാച്ചി ഡ്രൈവർ പിന്നെയും താഴോട്ട് കുഴിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സന്ധ്യയോടുകൂടി ആ ഭാഗത്തൊക്കെ ലൈറ്റുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ കാഴ്ചക്കാർക്കും വലിയ ആവേശമാവുകയാണ്. എന്തോ ഒരു വലിയ സംഭവം അവിടുന്ന് കിട്ടാൻ പോവുകയാണെന്നുള്ള കാര്യം ജനത്തിന് മുഴുവൻ അറിയാം. ഈ സമയമായപ്പോൾ ഇഷ്ടംപോലെ മാധ്യമപ്രവർത്തകർ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആദ്യം പോലീസിന്റെ ആ തിരച്ചിൽ പ്രക്രിയയോട് ഒരു എതിർപ്പ് അവിടുത്തെ ലോക്കൽ ആളുകൾ കാണിച്ചിരുന്നു. പക്ഷേ ഒരു കൊച്ചുകുട്ടിയുടെ ബോഡിയാണ് തിരയുന്നതെന്ന് കേട്ടപ്പോൾ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം ഉണ്ടായി. അവർ പതുക്കെ സഹകരിച്ചു തുടങ്ങി. ഈ സമയത്താണ് മാധ്യമങ്ങളെല്ലാം എത്തുന്നത്. ഇപ്പോൾ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നുള്ളൊരു ഫീല് എല്ലാവർക്കും ഉണ്ട്. വലിച്ചു കെട്ടിയിരിക്കുന്ന ആ റിബണിനകത്ത് നിൽക്കുന്ന ഫോറൻസിക് വിദഗ്ധരും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും കൗതുകത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുമ്പോൾ അവസാനം ഒരു പാർട്ട് മുകളിലേക്ക് പൊക്കിയെടുക്കപ്പെട്ടു. കുറെ എല്ലുകൾക്ക് ശേഷമാണ് ആ പാർട്ട് മുകളിലേക്ക് വന്നത്. അതൊരു തലയോട്ടിയാണ്. തലയോട്ടി കിട്ടുന്നതിന് മുമ്പ് ശേഖരിക്കപ്പെട്ട എല്ലുകളൊക്കെ അവിടെ വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് തലയോട്ടി കിട്ടിയത്. തലയോട്ടി പരിശോധിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഫോറൻസിക് വിദഗ്ധ ഷെർലി വാസു ആ കാര്യം നോട്ട് ചെയ്യുകയാണ്. ഒരു പല്ല് പോലും ആ തലയോട്ടിൽ നിന്ന് കൊഴിഞ്ഞിട്ടില്ല. ശരിക്കും തലയോട്ടി അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഒരു പല്ല് പോലും കൊഴിഞ്ഞിട്ടില്ലാത്ത ആ തലയോട്ടിയിൽ പ്രകടമായി കാണുന്നത് ഒരു വെട്ടാണ്. താടിയിൽ ഒരു വെട്ട് ഏറ്റിട്ടുണ്ട്. താടിയിലെ വെട്ട് കണ്ട ഷെർലി വാസു നേരത്തെ കണ്ട ഒരു വെട്ട് അപ്പോഴാണ് ഓർമ്മിക്കുന്നത്. നേരത്തെ അവിടെ നിരത്തി വെച്ച എല്ലുകളിൽ ഒരെണ്ണം, അത് കാലിലാണ്, അതിലെ വെട്ടിനും ഒരു അസ്വാഭാവികത കണ്ടിരുന്നു. ഈ രണ്ട് വെട്ടും അവർ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഹംസയെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഹംസയോട് ക്രൈംബ്രാഞ്ച് DYSP സന്തോഷ് കുമാർ ചോദിച്ചത് ഒരു നിർണായക ചോദ്യമാണ്. നീ എങ്ങനെയാണ് സഫിയെ മുറിച്ചത്? എങ്ങനെയാണ് മുറിച്ചതെന്നുള്ള ചോദ്യം ആ സ്പോട്ടിൽ വെച്ച് ചോദിച്ചപ്പോൾ ഹംസ പറഞ്ഞു, ഞാൻ സഫിയെ തലകുത്തനെ പിടിച്ച മുറിച്ചത്. ഞാൻ ഈ തലകുത്തനെ പിടിച്ചിട്ട് ഈ കാല് ഇങ്ങനെ വെട്ടിയപ്പോൾ അവളൊന്ന് പിടഞ്ഞായിരുന്നു. ഹംസ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയൊരു വാചകമാണ്. പക്ഷെ അയാള് ആ ഡയലോഗ് പറഞ്ഞപ്പോൾ ചുറ്റും നിന്ന പോലീസുകാർ ഹംസയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഹംസയുടെ ഇതുവരെയുള്ള മൊഴികളും ഇപ്പൊ പറഞ്ഞ മൊഴിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. മരണപ്പെട്ട സഫിയെ അയാൾ കഷ്ണങ്ങളായി മുറിച്ചു എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കഥ. ഇപ്പതാ അയാൾ പറയുന്നു, അയാൾ തലകൂത്തിനെ സഫിയെ പിടിച്ചിട്ട് അവളുടെ കാല് മുറിച്ച സമയത്ത് സഫിയ ഒന്ന് പിടഞ്ഞു. സഫിയുടെ കാലിൽ ഹംസ വെട്ടുന്ന സമയത്ത് സഫിയ പിടഞ്ഞു എന്ന് പറഞ്ഞാൽ സഫിയെ ജീവനോടെ ഹംസ വെട്ടിക്കൊന്നു എന്നാണ്. ഇതുവരെ ആകസ്മികമായി സംഭവിച്ച ഒരു മരണം ജനം അറിയാതിരിക്കാൻ വേണ്ടി പാർട്സാക്കി ബോഡി മറവ് ചെയ്തതാണ് അന്വേഷണത്തിന്റെ വിഷയമെങ്കിൽ ഈ നിമിഷം മുതൽ അന്വേഷണ വിഷയം മാറുകയാണ്. ഒരു കൊച്ചു പെൺകുട്ടിയെ ജീവനോടെ ഹംസ എന്നാള് വെട്ടിക്കൊന്നിരിക്കുകയാണ്. അയാള് ഒരു കൊലപാതകിയാണ്. ഈ സമയത്താണ് ഷെർലി വാസുവും അനാമ ജോണും ചില കാര്യങ്ങൾ കൂടി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. താടിയലിൽ കണ്ട ആ വെട്ട് ശരിക്കും ആന്റി മോർട്ടമാണ്. എന്ന് പറഞ്ഞാൽ സഫിയ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവക്ക് താടിയിൽ വെട്ടേറ്റിരുന്നു എന്നാണ്. ഷെർലി അതിന്റെ യുക്തിയും പോലീസിനോട് പറഞ്ഞു. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ നമ്മളിങ്ങനെ വെട്ടുമ്പോൾ ആ വെട്ട് താടിയെ കൊണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ആ വെട്ട് വീണിരിക്കുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുത്തനെ നിർത്തുക, അതിനുശേഷം താഴ്ന്ന് മുകളോട്ട് ഇങ്ങനെ വെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് സംഭവിക്കുന്ന കാര്യമല്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, സഫിയക്ക് ജീവൻ ഉണ്ടായിരുന്ന സമയത്താണ് സഫിയുടെ തൊട്ട് മുന്നിൽ നിന്ന ആള് സഫിയെ വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വെട്ട് അങ്ങനെ കടന്നുപോയിരിക്കുന്നത്. വളരെ വളരെ നിർണായകമായ ഒരു വിലയിരുത്തലാണ് ഷെർലി വാസു നടത്തിയത്. ഇപ്പൊ പോലീസിന്റെ കഥ വ്യക്തമാണ്, സഫിയെ ജീവനോടെ ഹംസ വെട്ടിക്കൊന്നതാണ്. പക്ഷെ അപ്പോഴും നിർണായകമായ ഒരു ചോദ്യം അവിടെയുണ്ട്. ആ ഡെഡ് ബോഡി യഥാർത്ഥത്തിൽ സഫിയുടേതാണെന്ന് എന്താണ് ഉറപ്പ്? അവർക്ക് തലയോട്ടിയുണ്ട്, എല്ലുകളുണ്ട്,
പിന്നെ കുറച്ച് തുണിയുണ്ട്. ഇതൊക്കെ സഫിയുമായി കണക്റ്റഡ് ആണെന്ന് തെളിയിക്കണമല്ലോ. സഫിയുമായി കണക്റ്റഡ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഒരു DNA പരിശോധന അനിവാര്യമാണ്. DNA പരിശോധന നടത്തണം. അതിന് നാട്ടിലേക്ക് പോകണം. നാട്ടിൽ ചെന്ന് സഫിയുടെ ഉമ്മയുടെയും വാപ്പയുടെയും DNA കമ്പയർ ചെയ്യേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. സഫിയെ കൊന്നിരിക്കുന്നത് ഗോവയിൽ വെച്ചാണ്. ഗോവയിൽ എവിടെ വെച്ചാണ് കൊന്നത്? ആ കൊല്ലാനായി ഉപയോഗിച്ച ആയുധം എന്താണ്? ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിച്ചറിഞ്ഞ് തെളിവ് ശേഖരിച്ചുകൊണ്ടേ പോലീസിന് ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് പോകാൻ പറ്റും. ഹംസയും കൊണ്ട് അവർ ആ അപ്പാർട്ട്മെന്റിലെത്തി. സഫിയെ കഷ്ണങ്ങളാക്കി നുറുക്കിയെന്ന് അയാൾ പറയുന്ന അപ്പാർട്ട്മെന്റിലേക്കാണ് ഹംസയെ പോലീസ് കൊണ്ടുവന്നത്. അവിടെ ബാത്റൂമിലിട്ടാണ് സഫിയെ കഷ്ണങ്ങളാക്കിയെന്ന് ഹംസ നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. പോലീസ് ആ അപ്പാർട്ട്മെന്റ് തുറന്ന് മുറിയൊക്കെ പരിശോധിച്ചതിന് ശേഷം ആ ബാത്റൂമിലെത്തി. സഫിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കിയതിന് ശേഷം ആ ഭാഗം നന്നായിട്ട് വൃത്തിയാക്കിയിരുന്നു എന്ന കാര്യം ഹംസ നേരത്തെ തന്നെ പോലീസിന് കൊടുത്ത മൊഴിയിലുണ്ട്. ആ മൊഴി കയ്യിലുണ്ടായിരുന്നിട്ടും ഫോറൻസിക് വിദഗ്ധർ അവിടെ ഒന്നുകൂടി പരിശോധിക്കാൻ ആരംഭിച്ചു. എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവർ ആ പരിശോധന നടത്തിയത്. ആ മുറി അങ്ങനെ പരിശോധിച്ചു വരുമ്പോഴാണ് അവരുടെ കണ്ണിൽ ഒരു ചൂല് പെട്ടത്. ആ ചൂല് ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കിയിരിക്കുന്നത്. ആ ചൂലിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധ ഷെർലി വാസു ഒരു രക്തത്തിന്റെ അംശം കണ്ടെത്തി. ശരിക്കും വളരെ വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ് നടത്തിയത്. ആ രക്തസാമ്പിൾ ഉടൻ തന്നെ ഒരു കവറിലേക്ക് മാറ്റി. സഫിയെ വെട്ടിനുറുക്കിയ ഭാഗത്ത് നിന്ന് ആ ചൂലിലൂടെ ഒരു രക്തസാമ്പിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി പോലീസിന് വേണ്ടത് സഫിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയാണ്. ആ കത്തിയെക്കുറിച്ചും ഹംസയ്ക്ക് പറയാൻ ഒരു കഥയുണ്ട്. സഫിയെ കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അയാൾ സഫിയുടെ വസ്ത്രങ്ങളും ആ കത്തിയെല്ലാം കൂടി തൊട്ട് സമീപത്തുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടിട്ട് കത്തിച്ചിരുന്നു. ആ സാധനങ്ങളൊക്കെ കത്തി തീർന്നു എന്ന് നോക്കാൻ വേണ്ടി അയാൾ രണ്ടാം ദിവസം അവിടെ പോവുകയും വീണ്ടും കത്തിക്കുകയും ചെയ്തു. കുറച്ച് ബാലൻസ് ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് കത്തിച്ചത്. ആ പ്രക്രിയ അയാൾ അടുത്ത 2 ദിവസം കൂടി ചെയ്തു. 5ാമത്തെ ദിവസം അയാൾ അവിടെ ചെല്ലുമ്പോൾ ആ കത്തി അവിടെ ഉണ്ടായിരുന്നില്ല. കത്തി എന്തേ അവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ഹംസയ്ക്ക് അതിനും ഉത്തരവുണ്ട്. സാർ, ആക്രിക്കാര് ഈ പുരടത്തിലേക്ക് വന്ന് ഒരുപാട് കാര്യങ്ങൾ ശേഖരിക്കുന്നവരാണ്, അവരെടുത്തുകൊണ്ട് പോയി കാണും. അങ്ങനെ ആക്രിക്കാർ ആ കത്തി എടുത്തുകൊണ്ട് പോയി കാണുമെന്ന് ഉറപ്പായത് കൊണ്ടാണ് ഹംസ പിന്നീട് അതിലേക്ക് ശ്രദ്ധിക്കാതിരുന്നത്. പോലീസിനോട് ഹംസ കഥ പറഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ പറമ്പിലേക്ക് ഇറങ്ങി. ആ പറമ്പിലേക്ക് ഇറങ്ങിയ പോലീസ് ശരിക്കും ഒരു നിമിഷം ഒന്ന് നിശ്ചലരായി പോവുകയാണ്. ആ എൻറ്റയർ ഏരിയയിലെ ആളുകളും ചപ്പുചവറുകൾ കൊണ്ട് തള്ളുന്ന സ്ഥലമാണ് അവിടെ. അതുമാത്രമല്ല, പലരും ആ ചപ്പുചവറുകൾ കത്തിക്കാറുമുണ്ട്. ഒരു വല്ലാത്ത ശ്മശാന ഭൂമി എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ചപ്പുചവറുകളുടെ ശ്മശാന ഭൂമി. എന്തായാലും പോലീസ് അവിടെ കാര്യമായ ഒരു തിരച്ചിൽ നടത്തി. ആ തിരച്ചിലിന്റെ ഒടുവിൽ പോലീസിന് ഒരു പിടി കിട്ടി. കത്തിയുടെയൊക്കെ പിടിയുടെ ഭാഗമായിരിക്കുന്ന ഒരു സാധനമാണ് കിട്ടിയത്. അതിനകത്തുണ്ടായിരുന്ന കത്തി ഈ ആക്രിക്കാര് വലിച്ചൂരിയെടുത്തിരിക്കുകയാണ്. അവർക്ക് പിടിയുടെ ആവശ്യമില്ലല്ലോ, അവർക്ക് വേണ്ടത് ആ ഇരുമ്പ് മാത്രമാണ്. ഇരുമ്പ് പുറക്കുന്ന ആക്രിക്കാരോ അത് വലിച്ചെടുത്തതാണ്. എന്തായാലും അതും തെളിവായി പോലീസ് ശേഖരിച്ചു. ഗോവയിലെ നടപടിക്രമങ്ങൾ കഴിഞ്ഞതും എന്റെ സംവിധാനവും നേരെ കേരളത്തിലേക്ക് തിരിച്ചു. കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞതും അടുത്ത അവരുടെ നടപടി എന്ന് പറയുന്നത് DNA പരിശോധനയാണ്. സഭയുടേത് എന്ന് കരുതി കുഴിച്ചെടുക്കപ്പെട്ടിരിക്കുന്ന ആ അസ്ഥികൾക്കും സഭയുടെ മാതാപിതാക്കൾക്കും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകണമല്ലോ. അതിനുവേണ്ടി ഐഷയുടെയും മൊയ്തുവിന്റെയും DNA ശേഖരിച്ചു. സ്വാഭാവികമായിട്ടും ആ എല്ലിലെ DNAയും ശേഖരിക്കുന്നു. ഈ DNA തമ്മിൽ മാച്ച് ചെയ്യാനുള്ള പരിപാടി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ആക്ടിവിറ്റി നടക്കുകയാണ്. സഫിയ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഫോട്ടോ ഇപ്പൊ പോലീസിന്റെ കൈവശമുണ്ട്. സഫിയുടെ തലയോട്ടിയും ഇപ്പൊ പോലീസിന്റെ ഉണ്ട്. ആ തലയോട്ടിയിൽ ഒരു സൂപ്പർ ഇമ്പോസിഷൻ നടത്താനുള്ള ചുമതലയാണ് വിദഗ്ധർ ഏറ്റെടുത്തത്. ഡോക്ടർ B ഉമാദത്തൻ ഫോറൻസിക് സർജനായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇതുപോലെ സൂപ്പർ ഇമ്പോസിഷൻ നടത്തിയിട്ടുള്ള കഥകൾ ഒരുപാടുണ്ട്. അതേ ശൈലിയിൽ സഫിയുടെ നിന്ന് കരുതപ്പെടുന്ന ആ തലയോട്ടിയിൽ ഒരു സൂപ്പർ ഇമ്പോസിഷൻ നടത്തി അതിന്റെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയും സഫിയുടെ ഒറിജിനൽ ഫോട്ടോയും കമ്പയർ ചെയ്തപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. സൂപ്പർ ഇമ്പോസിഷന്റെ റിസൾട്ട് വരുമ്പോഴാണ് DNA റിസൾട്ട് വരുന്നത്. DNA റിസൾട്ട് അസന്നിഗ്ധമായി ആ കാര്യം വ്യക്തമാക്കി. ഗോവയിലെ ആ കിണറ്റിനകത്ത് നിന്ന് കുഴിച്ചെടുക്കപ്പെട്ട അസ്ഥികൂടം അല്ലെങ്കിൽ എല്ലിൻ കഷ്ണങ്ങൾ മരണപ്പെട്ട സഫിയുടെ തന്നെയാണ്. ക്രൈംബ്രാഞ്ച് അതിവേഗം അവരുടെ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി. ഹംസയുടെ ഭാര്യ മൈമുന, സഹായി അബ്ദുള്ള, ഈ ചെക്ക് പോസ്റ്റിൽ റെക്കോർഡ് തിരുത്തിയ പോലീസുകാരൻ, ഇവരൊക്കെ പ്രതികളാണ്. പിന്നെ ഹംസയ്ക്ക് മൊയ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ആ മൊയ്തു ഹാജി ഉണ്ടല്ലോ, അയാളൊക്കെ പ്രതികളായി മാറി.
ഇവർക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ട കേസ് കോടതിയിൽ വിചാരണയ്ക്കെത്തി. ഹംസയ്ക്ക് വേണ്ടി വാദിക്കാനായി വിദഗ്ധരായ വക്കീലന്മാരുടെ ഒരു സംഘം തന്നെ ഉണ്ട്. പണം ഹംസ വാരി ഇറക്കുന്നുണ്ട്. പോലീസിനോട് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലീസ് ഉണ്ടാക്കിയ കഥയാണെന്നും അത് പറയാൻ അയാൾ നിർബന്ധിതമാക്കിയതൊക്കെയാണ് അയാളുടെ കോടതിയിലെ വാദം. അയാളുടെ വാദമുഖങ്ങളൊക്കെ മുഖവിലേക്കെടുത്ത കോടതി അയാളോട് ചോദിച്ചത് സഫിയയ്ക്ക് സത്യത്തിൽ എന്തു പറ്റിയെന്നാണ്. അതിന് അയാൾ പറഞ്ഞ ഉത്തരങ്ങളൊന്നും കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാതായതും കോടതിയുടെ വിധിയുണ്ടായി. സഫിയ മരണപ്പെട്ടു എന്നും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നും ഉറപ്പുണ്ടായിരുന്നിട്ടും പോലീസിനോടും മൊയ്തുവിനോടും നുണ പറയുകയും ആ കാര്യം ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് മൈമുന ശിക്ഷിക്കപ്പെട്ടത്. അബ്ദുള്ള തെളിവ് നശിപ്പിക്കാൻ ഹംസയ്ക്കൊപ്പം കൂടുന്നതിൽ ശിക്ഷിക്കപ്പെട്ടു. പോലീസുകാരനെ കൃത്രിമ തെളിവുണ്ടാക്കാൻ സഹായിച്ചതിന് ശിക്ഷിച്ചു. ഹംസയുടെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടായിരുന്നിട്ടും മൊയ്തുവിന്റെ മകളെ ബാലവേലയ്ക്കായി ഹംസയുടെ വീട്ടിലെത്തിക്കാൻ സഹായിയായി നിന്ന മൊയ്തു ഹാജിയും കോടതി ശിക്ഷിച്ചു. അവർക്കൊക്കെയുള്ള ശിക്ഷകൾ പറഞ്ഞതിന് ശേഷം കോടതി ഹംസയ്ക്കുള്ള ശിക്ഷ വിധിച്ചു. തികച്ചും നിസ്സഹായായ ഒരു പെൺകുട്ടിയെ തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ജീവനോടെ ഹംസ എന്ന കോൺട്രാക്ടർ വെട്ടിക്കൊന്നിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ത് തന്നെയാണെങ്കിലും ഹംസ ചെയ്തത് ന്യായീകരിക്കാനാവാത്ത ഒരു കാര്യമാണ്. കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കൊലപാതകം. അതുകൊണ്ട് തന്നെ ഹംസ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹനായ ഒരു വ്യക്തിയല്ല എന്ന് ഈ കോടതി കരുതുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കോടതി ഹംസയ്ക്ക് വധശിക്ഷ വിധിച്ചു. കാസർഗോഡ് പ്രിൻസിപ്പൽ ജഡ്ജിയുടെ ആ വിധി സ്വാഭാവികമായിട്ടും വലിയ വാർത്തയായി മാറി. പണക്കാരനും കോൺട്രാക്ടറും ഒരുപാട് രാഷ്ട്രീയ ബന്ധങ്ങളുമുള്ള വ്യക്തിയാണ് ഹംസ. VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് കേസ് ഉണ്ടാകുന്നത്. ഏകദേശം 1.5 കൊല്ലക്കാലത്തോളം അധൂറിലെ പോലീസ് സ്റ്റേഷൻ ആ കേസ് വെച്ച് താമസിപ്പിച്ചത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോക്കൽ രാഷ്ട്രീയ നേതാക്കളുമായി പ്രത്യേകിച്ച് ഭരണകക്ഷിയുമായി അടുപ്പമുള്ള വ്യക്തിയാണ് ഹംസ എന്നതുകൊണ്ട് ഹംസയ്ക്കെതിരെ അന്വേഷണം നടക്കാത്തതാണെന്നാണ് അന്നത്തെ അഭിപ്രായം. ഏതായാലും കാലങ്ങൾക്ക് ശേഷം 2015 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. ആ വിധി ഹംസയ്ക്കെതിരായി. ഈ വിധി വരുമ്പോഴും സഭയുമായി ബന്ധപ്പെട്ട് അവിടെ ഗോവയിലെ ആ കിണറ്റിനകത്തുനിന്ന് കുഴിച്ചെടുക്കപ്പെട്ട എല്ലാ സാധനങ്ങളും പോലീസിന്റെയും തുടർന്ന് കോടതിയുടെയും കസ്റ്റഡിയിലാണ്. കോടതിയുടെ കൈവശമുള്ള സഫിയുടെ ആ ഭൗതിക അവശിഷ്ടങ്ങൾ തിരികെ വാങ്ങാൻ വേണ്ടി മൊയ്തുവിന്റെ ഭാര്യ ഐഷയും പോലീസിനെയും തുടർന്ന് കോടതിയും സമീപിക്കുന്ന ഈ സമയത്ത് ഹംസയ്ക്കൊപ്പം ശിക്ഷിക്കപ്പെട്ട ആളുകളും അപ്പീലുമായി ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി ഹംസയുടെ ആ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. അത് സംഭവിക്കുന്നത് 2019 ബാക്കി ശിക്ഷിക്കപ്പെട്ട ആളുകളൊക്കെയും കോടതി വെറുതെ വിടുകയും ചെയ്തു. അവർക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യ തെളിവുകൾ ശരിക്കും നിർണായകമായ തെളിവുകളല്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അവർ വെറുതെ വിട്ടത്. സഫിയെ കൊലപ്പെടുത്തുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ മൈമുന പങ്കാളിയായിട്ടുണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിധിയുടെ സാരം. പക്ഷെ ഹംസ ശരിക്കും സഫിയുടെ മരണത്തിൽ ഉത്തരവാദിയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകമായി അതിനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഹൈക്കോടതി സഫിയുടെ ആ കൊലപാതകത്തിൽ പരമാവധി ശിക്ഷയായ വധശിക്ഷയിൽ നിന്ന് ഹംസയെ ജീവപര്യന്ത തടവിലേക്ക് മാറ്റുന്നത്. ഈ സമയത്തും സഫിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വീണ്ടും കിട്ടാൻ വേണ്ടി സഫിയുടെ ഉമ്മ ഐഷയും മൊയ്തുവും കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ ഈ 2024 നവംബർ 11 കോടതി ഉത്തരവ് പ്രകാരം സഫിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഐഷയുടെ കയ്യിലേക്ക് വരുന്നത്. ശരിക്കും ആ രംഗം സകലമാന ജനങ്ങളെയും കണ്ണീരണിയിപ്പിച്ച രംഗമാണ്. മകളെ കാണാനില്ല എന്നുള്ള പരാതി പോലീസിൽ കൊടുത്ത് 18 വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മയ്ക്ക് കൈ കിട്ടുന്നത് മകളുടെ തലയോട്ടിയാണ്. ചരിത്രത്തിൽ ഇതേ ശൈലിയിൽ ഏതെങ്കിലും ഒരു ഉമ്മ മകളുടെ തലയോട്ടി ഏറ്റുവാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ കഴിയൂ. സകല ആളുകളും കരഞ്ഞുപോയ ആ നിമിഷത്തിൽ ആ തലയോട്ടിയിലേക്ക് നോക്കി മകളെ എന്നുള്ള ഐഷയുടെ വിളി അത് അങ്ങനെ തന്നെ ചാനലുകൾ ഒപ്പിയെടുത്ത് കാണിക്കുമ്പോൾ ശരിക്കും അത് ദൂരെ ഇരുന്ന് കാണുന്നവർക്ക് പോലും കരച്ചിലുണ്ടാക്കുന്ന ഒരു രംഗമായിരുന്നു. അതിനുശേഷം എല്ലാ മരണാന്തര ചടങ്ങുകളും അനുസ്മരിപ്പിച്ചുകൊണ്ട് സഫിയുടെ ആ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുമ്പോൾ അവൾ മരിച്ച് 18 കൊല്ലം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അസാധാരണമായ ഒരു കേസന്വേഷണവും തികച്ചും മിടുക്കരായ ഫോറൻസിക് വിദഗ്ധരുടെ ഇടപെടലും കൊണ്ട് മാത്രം തെളിയിക്കപ്പെട്ട ഒരു കേസാണ് സഫിയുടെ കേസ്.
ഇപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. സത്യത്തിൽ എന്തിനാ ഹംസ സഫിയെ കൊന്നത്? അയാൾ പറഞ്ഞു കഞ്ഞിവെള്ളം വീണ് പൊള്ളിവതുകൊണ്ട് അവൾ മരിച്ചുപോയതാണ്. പിന്നീട് നമ്മൾ അറിയുന്നു ജീവനോടെയാണ് സഫിയെ കൊന്നതെന്ന്. ജീവനോടെ അയാൾ എന്തിനാ സഫിയെ കൊന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം പോലീസിന്റെ അന്വേഷണത്തിൽ ഒരിടത്തും കാണുന്നില്ല. രണ്ടാമതൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നത് മൊയ്തുവിന്റെ ഭാര്യ ഐഷയും സഫിയെ ഇടയ്ക്ക് ഫോണിൽ വിളിച്ചപ്പോൾ അവൾക്ക് ഹംസയുടെ അടുത്തുനിന്ന് മടങ്ങിപ്പോകാൻ വലിയ ധൃതിയുണ്ടായിരുന്നു. അവളുടെ സംഭാഷണത്തിലെ ഒരു ഭയം മൊയ്തുവും ഐഷയും ശ്രദ്ധിച്ചിരുന്നു. മൊയ്തുവിന്റെ വീടിനടുത്ത് താമസക്കാരനായ മൊയ്തു ഹാജി ഹംസയുടെ വീട്ടിലേക്ക് സഫിയെ പറഞ്ഞു വിട്ട് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ ശൈലിയിലുള്ള സംഭാഷണം അവർ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ ഹംസയുടെ വീട്ടിനകത്ത് സഫിക്ക് ഏതൊക്കെ ശൈലിയുള്ള പ്രശ്നങ്ങളാണ് അനുഭവപ്പെട്ടിരുന്നത്? ആ പ്രശ്നങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഹംസയുടെ ഭാര്യ മൈമുന എന്തേ ആ വിഷയത്തിൽ നിർവികാരത പുലർത്തി? ജീവനോടെ സഫിയെ കൊല്ലാൻ ഹംസയെ പ്രേരിപ്പിച്ച ഘടകം അതെന്ത് തന്നെയാണെങ്കിലും ആ ഘടകം മൈമുനയ്ക്ക് അറിയാവുന്നതാകണം. പക്ഷെ എന്തുകൊണ്ടോ പോലീസ് ആ വിഷയത്തിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോയിട്ടില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും അതിനൊരു ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ എം ലൈഫിൽ നിന്ന് സഫിയുടെ മരണത്തെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.